ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ അറയിൽ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളി തന്നെയാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അറയിൽ നിന്ന് ഒഴിവാകുക എന്ന്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളില്ലേ, എന്തിനാണ് പിന്നെ നിങ്ങൾ പെട്ടെന്ന് ഒഴിവാകുന്നത്? ഓക്കെ, എന്തായാലും ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മേ ബി എന്തെങ്കിലും പ്രോബ്ലം കാണും. ഓക്കെ, അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിടാം. ഇത് ഈ ഒരു ഇഷ്യൂ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്നെ ചിലർ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് ക്യാഷ് ഇട്ട് പോയി, പക്ഷേ ഇപ്പോൾ വിചാരിക്കുന്നത് വേണ്ടായിരുന്നു, എന്തെങ്കിലും സൊല്യൂഷൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നിങ്ങൾക്കിതിൻ്റെ അഡ്മിനെ, അതായത് ഇപ്പോൾ ഇതിൽ ഒരു ഹെഡായിട്ടൊരു ആൾ കാണുമല്ലോ, അപ്പോൾ അവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് പറയാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ റിസൈൻ ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, റിസൈൻ ചെയ്യുന്നു, എനിക്കിതിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ പറയും കുഴപ്പമില്ല, നിങ്ങൾക്ക് ക്യാഷ് തരാം, പക്ഷേ കുറച്ച് ദിവസം പിടിക്കും, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് അത് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, കുറച്ച് ദിവസം നീട്ടി വയ്ക്കും. ഓക്കെ, അപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ കീഴിൽ കുറച്ച് പേരുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ബേസിക്കലി കുറേ പേർക്കറിയാം ഞാൻ എക്സ്പെൽ ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ എൻ്റെ ടീമിലുള്ള കുറച്ച് പേർക്ക് ഒരു ഇഷ്യൂ വന്നു. അപ്പോൾ അവർ പറഞ്ഞെന്ത്, അവർക്ക് റീഫണ്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ റീഫണ്ടിന് വേണ്ടിയിട്ട് അവരെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോൾ റീഫണ്ട് തരുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ ഫിനാൻഷ്യൽ അവരുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതിനെന്താ ഒന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കി ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ വീണ്ടും മെസ്സേജ് അയച്ചു. റിപ്ലൈ ഒന്നുമില്ല, എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, അത് ഞങ്ങളുടെ ഇതിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അവരുടെ ആപ്ലിക്കേഷൻ എന്നല്ല, ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ അവർ അന്വേഷിച്ചിട്ട് അവർ പറഞ്ഞ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എത്രയെന്ന് അറിയാമോ? റീഫണ്ടിന് അവർ പറഞ്ഞ ഡ്യൂറേഷൻ എത്രയെന്ന് അറിയാമോ? ഡ്യൂറേഷൻ പറഞ്ഞത് 3 to 6 months ആണ്. 3 to 6 months ആണ് അവർ പറഞ്ഞത്. 3 to 6 months. റീഫണ്ടിനായിട്ട് 3 മുതൽ 6 മാസം വരെ പിടിക്കും. സോ അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ റീഫണ്ടിൻ്റെ ടൈം ആകുമ്പോൾ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏകദേശം 20K ഇട്ടിട്ടുള്ളവർ മുതൽ 2K ഇട്ടിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ വന്ന് പെടുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് പെട്ടെന്ന് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതായത് ഒരു പുള്ളിക്കാരൻ ചോദിച്ചതാണ്. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെന്നറിയാം, ഒരുപാട് പേര് ഇപ്പോൾ എന്നെ തന്നെ നീ അങ്ങനെയില്ല ഇങ്ങനെയില്ല ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് അത് പിൻ ചെയ്ത് വച്ചിരിക്കും ഇതിൽ. അപ്പോൾ നിങ്ങൾക്കും ആവുമല്ലോ. അപ്പോൾ എന്തുകൊണ്ട് എങ്ങനെ ഒഴിവാകാമെന്ന് പുള്ളി ചോദിച്ചതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. ഒരു കാരണവശാലും നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. മനസ്സിലായോ? ഇതിൽ നിന്ന് ഒരു കാരണവശാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഒഴിവാകാൻ പറ്റില്ല. കാരണം ഇതാണ് ഇവരുടെ ഒരു ഇതെന്ന് പറയുന്നത്. ബേസിക്കലി ഇവരെന്തിനാണ്, ഇവർക്ക് ക്യാഷിൻ്റെ ഒരു ഇതാണ്. ക്യാഷാണ് ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ പുറത്ത് പോയാൽ അത്രയും നന്നായി. അപ്പോൾ ഈ 3 to 6 months എന്തുകൊണ്ട് അവർ പറയുന്നതെന്ന് ചോദിച്ചാൽ, 3 to 6 months ആരെങ്കിലും ഇത് ഓർത്തിരിക്കുക, അവർക്ക് നിങ്ങൾ കുറച്ച് കാലം കാത്തിരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് അർജൻറ്റ് ആയിരിക്കും. ക്യാഷിന് അർജൻറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ കാത്തിരുന്നേ പറ്റത്തുള്ളൂ. ഒരു പുള്ളിക്കാരനോട് ഇതുപോലെ കോൺടാക്ട് ചെയ്തിട്ട് ഇതിന് മുന്നേ, ഇപ്പോഴല്ല ഇതിന് മുന്നേ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡ് അറിയാതെയാണ് ക്യാഷ് ഇട്ടത്. പുള്ളിക്കാരി ഏകദേശം V2 ആണ് എടുത്തത്, 5400 എടുത്തത്. V2 എടുത്തു. അപ്പോൾ അറിയാതെയാണ് എടുത്തത്. ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് വഴക്ക് പറഞ്ഞു. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ക്യാഷ് എങ്ങനെയെങ്കിലും എനിക്ക് അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ അവരെ തിരിച്ച് മേടിച്ച് തരണമെന്ന് പറഞ്ഞു. എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസാനം ജൂലി എന്ന് പറഞ്ഞ പുള്ളിക്കാരിൽ എൻ്റെ ഹെഡ്. അപ്പോൾ പുള്ളിയെ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാം, പക്ഷേ എന്ത് ചെയ്യാം, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എത്ര പുള്ളിക്കാരോട് 3 to 4 months എന്നാണ് പറഞ്ഞത്. 3 to 4 months നിങ്ങൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വിചാരിച്ചു 3 to 4 months എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്, ആ ടൈം ഉണ്ടെങ്കിൽ വർക്ക് ചെയ്ത് കിട്ടുന്ന ക്യാഷിൻ്റെ ഇരട്ടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, അത് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മാത്രമല്ല പറഞ്ഞത്, ഏതൊരു ആപ്ലിക്കേഷൻ്റെ ആയിരുന്നാലും ഏതൊരു ഏണിംഗ് ആപ്പിൻ്റെതായിരുന്നാലും അവരിങ്ങനെ പറയത്തുള്ളൂ. അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എമൗണ്ട് ക്യാഷ് കിട്ടുക എന്നതാണ്. അപ്പോൾ അത് ഈ അറ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ മാത്രമല്ല, ഏതൊരു ആപ്പായിരുന്നാലും അങ്ങനെ തന്നെയാണ്. സോ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ ചിന്തിക്കുക, എനിക്ക് കയറണോ വേണ്ടോ എന്ന് അത് ചിന്തിച്ചിട്ട് മാത്രം കയറാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ക്യാഷ് ഉടനെ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ ക്യാഷ് കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യാം, അതും അവർ പോയില്ല എങ്കിൽ ആ ക്യാഷ് കിട്ടും, അല്ലാത്ത പക്ഷം പോകും. അപ്പോൾ ആരും വിചാരിക്കേണ്ട ഞാൻ എൻ്റേതായിട്ടുള്ളതാണെന്ന് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ. പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ മനസ്സിലാക്കുക. അപ്പോൾ ഒരു പുള്ളി ചോദിച്ചുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. താങ്ക് യു.